ഹാപ്പി ഈദ് മുബാറക്ക്, ഹാപ്പി ഈദ് മുബാറക്ക്. അപ്പൊ ഗൈസ് ഇന്ന് രാവിലെ തന്നെ പെരുന്നാക്കി ഞങ്ങൾ പള്ളിയിൽ പോവാട്ടോ. കുട്ടികളൊക്കെ കൊണ്ട് നാളെ മദ്രസിൽ ക്ലാസ് ഒക്കെ കേട്ട് നേരെ പള്ളി കഴിഞ്ഞ് നേരെ പെരീക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അസിയാക്കാനോടെ പോയി കുട്ടികളെ പെരിയിലാക്കി അസിയാക്കാനോടെ പോയി നല്ലൊരു സ്ട്രോങ് കോഫിയും കുടിച്ച്, മറ്റേ നോമ്പിന് കുടിച്ചതല്ലേ ഇനിയോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു തരാം, പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ എടുത്തുങ്ങാണ്ട് നേരെ പോയിട്ട് അങ്ങാടി കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ, പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നു. കാരണം പെരുന്നാളിൻ്റെ അന്ന് പെണ്ണുങ്ങളെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, മറ്റോൾക്ക് ഫുള്ള് തിരക്കി കാരം. പിന്നെ അന്നത്തെ ദിവസം ഓൽക്കും പെരുന്നാൾ വേണ്ട, അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങി. പണ്ടത്തെ നമ്മളെ മത്തങ്ങ ബലൂണേ കണ്ടപ്പോൾ നമ്മളെ പഴയ ചെറുപ്പകാലൊക്കെ ഓർമ്മ വരട്ടെ. അതിൻ്റെ ഇടയിൽ പിന്നെ അനിയനും കുട്ടിയും വന്നു. അപ്പോൾ കുട്ടിനെയും വണ്ടി കയറ്റിയാണ് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ജിബ്രാന്റെ ഫാനാജി വീഡിയോസ് ആണല്ലോ. അവിടുന്ന് നമ്മളെ നിഷ്കളങ്കനായ ഒരു ഫാൻ ബോയിനെ കണ്ടിട്ടോ. എനിക്ക് ടാറ്റയൊക്കെ കൊടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഇതിനായൊരു കാര്യം പറഞ്ഞത്. കിട്ടിയോ? ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കുണ്ടോ? അപ്പൊ ഇനായ പെരുന്നാൾ പൈസ കിട്ടിയ പൊലിവിലാണ്. പിന്നെ നമ്മൾ ഗേറ്റ് അടവിലൊന്ന് കുടുങ്ങി. ഒരു ദിവസം 10 ഗേറ്റ് അടവായതുകൊണ്ട് വാണിയമ്പലത്തെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് തീരെ തലച്ചോറില്ലാന്ന് തോന്നുന്നു ചില സമയത്ത്. പിന്നെ വീട്ടിലെത്തി പെരുന്നാൾ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത്, പിന്നെ ക്യാമറമാന്റെ ഹെയർ തന്നെ നോക്കി സൂം ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ മൂനിക്കൽ ഹെയർ കട്ട് എന്നതിന് പറയാം. വണ്ടൂർ താടിയിൽ ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് വെട്ടിത്തരുട്ടോ. അപ്പോൾ തന്നെ പിന്നെ ഉമ്മ വന്നു, മാമ വന്നു, തറവാട്ടത്തോലെ എല്ലാവരും വന്നിട്ടോ. ഇപ്രാവശ്യം പെരുന്നാൾ ഇവിടെ കൂടെ എന്റെ മനസ്സാർ അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചെടുത്ത്. ഞാൻ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. പിന്നെ വാങ്ങിയ പടക്കം പൊട്ടിക്കലായി. കുട്ടികൾക്കൊക്കെ ഒരു ഹരം പെരുന്നാൾ പറഞ്ഞ പടക്കം പൊട്ടിക്കലൊക്കെ അല്ലേ. അപ്പോൾ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വല്യമ്മ ദിക്കറ് വല്ലുണ്ട്, ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നുണ്ട്. വല്യമ്മക്ക് ഷുഗറിന്റെ പ്രശ്നമുള്ളതാണ്, എന്നാലും ഫ്രൂട്ട് സലാഡ് ഒന്നും കുട്ടിയാൾക്ക് തന്നെ കേട്ടോ പെരുന്നാൾ. പിന്നെ ടിഷ ബേബി വയറ് അടിക്കണ ത്രെഡ്മില്ല് യൂസ് ചെയ്തൊന്ന് ഓടാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. മറ്റോലൊക്കെ ആ വലയിൽ ചാടി കളിക്കുന്നുണ്ട്. ബീഫ് റെഡി ആക്കുന്നത്, ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മൾ ഈ സാധനം, അതായത് നമ്മളെ പുതിയ സ്റ്റോക്ക് വന്ന ഐഷുമാസ് ബീഫ് പിക്കിളിന്റെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ അതാണ് പൊട്ടിച്ച് കഴിക്കുക. അതായത് എന്ത് ഫുഡാണെങ്കിലും എനിക്ക് ഐഷുമാസ് ബീഫ് പിക്കിളിന് ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഫുഡ് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പം ഇനി ബീഫ് വരട്ടിയത് ഉണ്ടായിട്ട് കാര്യമില്ല, ചിക്കൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് പുതിയ സ്റ്റോക്ക് ആട്ടോ. നമ്മൾ പറഞ്ഞാൽ ഉണ്ടാക്കുക ഡെലിവറി ചെയ്യുക. ഈ സൂപ്പർ മാർക്കറ്റിത്തെ പോലെ 5-8 മാസം പഴക്കല സാധനം ഒന്നുമില്ല, ഫ്രഷ് സാധനം. ഈ കാരം ഈ കുട്ടികളൊക്കെ പ്ലേ ഇതേപോലെ ഈ കഞ്ചാവിനും MDMA ഒക്കെ അഡിക്റ്റ് ആവണമല്ലോ. ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ ഇതിനെ കറക്റ്റ് അഡിക്റ്റ് ആവും. കാരണം അത്രയും നല്ല പെർഫെക്റ്റ് സാധനം ഈ കാരം. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കഴിക്കണം കേട്ടോ. കാരണം നിങ്ങൾ കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തത് നഷ്ടമായോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓൺലൈനിൽ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നെക്കിയിട്ട് മീഷോ ഒന്ന് വേഗം പോയിട്ട് പർച്ചേസ് ചെയ്തോളിട്ടോ. അച്ചാർ പേരിലെത്തിയിട്ട് പൈസ കൊടുത്താൽ മതി. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ഒരു 3-4 ദിവസം കൊണ്ട് സാധനം കിട്ടും. അതായത് 2 പ്ലേറ്റ് 3 പ്ലേറ്റ് ഒക്കെയാണ് ഓരോരുത്തർ ചോറ് തിന്നുന്നത് ഈ അച്ചാറും കൂട്ടിയിട്ട്. അപ്പോൾ അച്ചാർ വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.